ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ പിള്ള, വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അത് ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ നേരിടാനാണ് പാകിസ്ഥാനും സജ്ജമായിരിക്കുന്നത്. എന്നാൽ ലോക രാജ്യങ്ങളുടെ അടക്കം ഒരു സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണ അത് ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മറ്റുള്ള രാജ്യങ്ങളുടെ വിദേശ രാജ്യങ്ങളുടെയൊക്കെ സഹായം പാകിസ്ഥാൻ തേടുന്നുണ്ട്. എന്നാൽ പിന്തുണയൊക്കെ ഇന്ത്യക്കാണ് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടക്കുന്നത്. അവിടുത്തെ ഈ യുദ്ധമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. അതിനായി മദ്രസകളൊക്കെ അടച്ചിട്ട് പാകിസ്ഥാൻ ജനതയ്ക്ക് പരിശീലനം നൽകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഇപ്പോഴുള്ളത്. അതുമാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ അടക്കം പരീക്ഷിക്കാനും പാകിസ്ഥാൻ ഒരുങ്ങുന്നു. അതൊരു പ്രകോപനമായി കണക്കാക്കുമെന്ന് ഇന്ത്യയും വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു നാച്ചുറൽ ശൈലിയാണ്. ആദ്യം മുതൽ തന്നെ അവര് ഒരു വാർമോങ്കറിങ് നടത്തിയിട്ട് എന്താ പറയാ, പൊതുവെ ഞങ്ങൾ ഏതാണ്ടൊക്കെയാണെന്ന് വരുത്തി തീർത്ത് പിന്നെ ഐക്യരാഷ്ട്ര സംഘടന എടുക്കൽ രക്ഷയ്ക്ക് പോവുകയും അവർക്ക് തന്നെ അറിയാം ഒരു പ്രതിരോധം തീർത്ത് ഒരു പ്രൊപഗണ്ട ഉണ്ടാക്കി ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് അവരുടെ പോക്ക്. പക്ഷെ അതൊരിക്കലും നടന്നു വരുന്ന കാര്യമില്ല. അവർക്കറിയാം വാർ ഈസ് അറ്റാക്ക് ഫ്രം ഇന്ത്യ ഈസ് ഇന്നെവിറ്റബിൾ എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇന്ന് നാളെ അങ്ങനെ പറഞ്ഞ് അറ്റാക്ക് എന്നുള്ളത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് വിത്തിൻ 2 to 3 days ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവാം. വിത്തിൻ 2 to 3 days. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ബട്ട് നമ്മൾ ബാലാക്കോട്ടാണെങ്കിലും അതുപോലെ സർജിക്കൽ സ്ട്രൈക്കിന്റെ ടൈം ആണെങ്കിലും ഒരു ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ട് ഒരാൾ മരിച്ചാല് നമ്മൾ മലയാളത്തിൽ പറയൂലേ 16 അടിയന്തരം കഴിയണം ആ ആളിന്റെ ആത്മാവിന്റെ മോക്ഷം കിട്ടി അടുത്ത ഇതിലേക്ക് പോവുക എന്ന് പറയുന്നത്. അതുപോലെ എസ്പെഷ്യലി വടക്കേ ഇന്ത്യയിലൊക്കെ തേരവി എന്ന് പറയും. അതായത് 13 ദിവസം കഴിയണം, 13 days. ഈ രസം പകടി അല്ലെങ്കിൽ ശ്രാദ്ധം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ ഇപ്പൊ അടിക്കുക അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ടാവും. ഞാൻ എന്റെ ഒരു കണക്കുകൂട്ടല ഞാൻ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് വൺ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും 2 ഫേസ് ആയിട്ട് ഇപ്പോഴും അറ്റാക്ക് ഇത് നമ്മൾ ഓപ്പറേഷൻ ഫേസ് ചെയ്യുന്നു. ഒന്ന് CI ഓപ്പറേഷൻസ്, കൗണ്ടർ ഇൻസർജൻസി, ടെററിസ്റ്റിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക, അത് കൗണ്ടർ ഇൻസർജൻസിയാണ്. അറ്റ് ദ സെയിം ടൈം ഡിഫൻസ് ഫോഴ്സസിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ അൾട്ടിമേറ്റ് ജോബ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്കും കൂടി പ്രിപ്പയർ ചെയ്യുവാണ്. ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി മേ ബി സം യൂണിറ്റ്സ് ഓർ ബ്രിഗേഡ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വി ആർ ടേക്കിംഗ് ടൈം. ഇപ്പൊ എല്ലാവരും പറയും എന്തുകൊണ്ട് ടെററിസ്റ്റിനെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ വാർ, അല്ലെങ്കിൽ ആ രീതിയിൽ ബോർഡർ സെക്യൂർ ചെയ്യുക, അതിനുള്ള പ്രിപ്പയർ ചെയ്യുക. അപ്പം മാൻ പവർ നമ്മൾ ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കാം ഒരു പക്ഷേ ഈ ഡിലേ വരുന്നതിന്റെ ഒരു കാര്യം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം. മാൻ പവറിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ സ്വാഭാവികമായിട്ട്. പിന്നെ എല്ലാ സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽ ആയി കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം മാതൃഭൂമിയിൽ സാധാരണഗതിയിൽ ഈ എയർഫോഴ്സിന്റെയും നേവിയുടെയും അതുപോലെ തന്നെ ഡിഫൻസിന്റെയും എല്ലാവിധ എക്യുപ്മെന്റ്സുകളും ഡിഫറെന്റ് പാർട്സിലായിരിക്കുമല്ലോ, പല പല ലൊക്കേഷനിലാണ്. ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രം ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതില്ലല്ലോ. നേരെ മറിച്ച് ടെററിസ്ഥാൻ അത് ഇച്ചിരി ഈസിയാണ്. കാര്യം അവരുടെ ഏരിയ ലിമിറ്റഡ് ആണ്. അവർ ആ ഒരു രീതിയിൽ അത് മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം വേണം. അതനുസരിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടാവാം. എല്ലാ രീതിയിലും കടലിൽ നിന്നും കരയിൽ നിന്നുമൊക്കെ അവരെന്തോ ഒരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈല് അവർ തയ്യാറെടുത്തു എന്ന് പറയും. ഇറ്റ് ഇസ് ക്വൈറ്റ് കോമൺ. സർഫസ് ടു സർഫസ് തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽ. മേ ബി അവർ 300 പറയുന്നു. ഇവിടെ ഈ നാട്ടിലൊക്കെ ഓടുന്ന കാറുകളുടെ മാതിരി 30 കിലോമീറ്റർ മൈലേജ് പറഞ്ഞാൽ 15 പോലും കിട്ടില്ല എന്ന് പറയുന്ന മാതിരിയുള്ള ബാലിസ്റ്റിക് മിസൈൽ. ഇതെല്ലാം ഒരു പ്രൊപഗണ്ട. ഈ ടൈമിൽ തന്നെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇതൊരു നമുക്കറിയാം, കോൾഡ് വാറിന്റെ ടൈമിൽ കണ്ടതാണ്. റഷ്യ പറയാം ഞങ്ങൾ 500 ഉണ്ടാക്കി, അപ്പം നെക്സ്റ്റ് ഡേ അമേരിക്ക പറയും അതിനെ കൗണ്ടർ ചെയ്യാനുള്ളത് ഉണ്ടാക്കി, പിന്നെ ഇങ്ങനെ പറയും. ഇതൊരു പ്രൊപഗണ്ട സ്റ്റൈൽ എന്നുള്ളതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒറ്റ ദിവസം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല ഈ ബാലിസ്റ്റിക് മിസൈൽ ഒന്നും. അതൊക്കെ അവരതങ്ങനെ ഇപ്പൊ ട്രയൽ ചെയ്തു. ഇതൊക്കെയാണ്, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ അഗ്നിയുടെ ഒന്നും മുന്നിൽ ഒന്നുമല്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാലേ, അവർക്ക് അതായത് ഓപ്ഷൻസ് അവരെ സംബന്ധിച്ചിടത്തോളം പ്ലെന്റി, വി ഗോട്ട് ലിമിറ്റഡ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. കാര്യം അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പോപ്പുലസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടായിരിക്കും. എസ്പെഷ്യലി ജമ്മു റീജിയണിൽ അവർ ഫേസ് ചെയ്യും കൂടുതൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരൊരിക്കലും ശ്രീനഗറിൽ അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. കാര്യം ശ്രീനഗറിലെ പോപ്പുലേഷൻ കൂടുതലും ഇസ്ലാം പീപ്പിളാണ് കൂടുതലായിട്ടുള്ളത്, കാശ്മീരികള്. നേരെ മറിച്ചിട്ട് ജമ്മുവിൽ കൂടുതൽ ഹിന്ദു ഡോമിനേറ്റഡ് ആണ്. മേ ബി കട്വ മുതൽ ഇങ്ങോട്ട്, സാംബ, കട്വ മുതൽ കാലൂചക്, ആ ഏരിയയിൽ ഇങ്ങനെ ജമ്മു ആർഎസ്പുര സെക്ടറിൽ ബേസിക്കലി രഞ്ജിത് സിംഗ് പുര സെക്ടർ ബേസിക്കലി ജമ്മു ഏരിയയിലായിരിക്കും അവരുടെ മെയിൻ കോൺസെൻട്രേഷനും. അഥവാ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവുമെങ്കിൽ അവർ അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ടോ മിസൈൽ ഡ്രോപ്പ് ചെയ്യാനോ നോക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അക്നൂർ ആ സൈഡിൽ. കാര്യം അവിടെ ജമ്മുവിൽ നിന്നും വളരെ ക്ലോസ് ആയിട്ടാണ് അവര് പാകിസ്ഥാൻ ടെററിസ്ഥാൻ ബോർഡർ എന്ന് പറയും. അപ്പം അവിടെ ഒരു കൂടുതൽ കോൺസെൻട്രേഷൻ അവർ ചെയ്യാനുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട് ഇവരെ ഇല്ലായ്മ ചെയ്യുക, ഈ ടെററിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അബദ്ധവശാൽ വിട്ടുകൊടുത്തിട്ടുള്ള ആ ഒക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലായിരിക്കും കൂടുതൽ നോക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വി ഓൾവേസ് ഫോളോ സിവിലൈസ്ഡ് വാർ എന്നുള്ള രീതിയിലാണ്. കാര്യം ഒരു നിയമാനുസൃതമായിട്ടുള്ള യുദ്ധത്തിന്റെ ആ മോഡൽ വെച്ചിട്ട് പ്രാകൃതമായിട്ടുള്ള രീതിയിലൊന്നും ഇന്ത്യ ചെയ്യാറില്ല. അപ്പം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ എല്ലായ്പ്പോഴും ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും ഓരോ ഫോറിൻ പോളിസിയുടെ ഒരു പ്രത്യേകത കൂടാണല്ലോ അത്. അപ്പം അങ്ങനെയുള്ള ഈ സമയത്ത് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം ഓൾറെഡി. ഇനിയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആ ടൈമിങ് വെച്ചിട്ട് നമ്മൾ ഒരു പക്ഷേ എയിം ചെയ്യുന്നത് എയിം പ്ലസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എയിം പ്ലസ് 100% ആണ്. ഏതൊരു അറ്റാക്കിനും എയിം ഉണ്ട്. അത് കഴിഞ്ഞെന്ത്, നെക്സ്റ്റ് എന്ത് എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ടാർഗറ്റ് ലിമിറ്റഡ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് ഒഫൻസീവ് ആണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റഡ് ടാർഗറ്റ് ആണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ വിഷ്വലൈസ് ചെയ്യുന്നത് അത് ലിമിറ്റഡ് ആയിട്ട് മാറൂല. അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളൊരു പ്രഹരം 1 അല്ല 2 സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മുടെ രാജ്യത്തെ പബ്ലിക് ഒപ്പീനിയൻ ഓക്കെ ആയി വരും, അത് കൊടുത്തേ പറ്റുള്ളൂ, കൊടുത്തിരിക്കും, അതിനകത്ത് സംശയമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് നിൽക്കുമോ എന്നുള്ളതാണ്. ഇതൊരു എന്താ പറയാ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന മാതിരിയെ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളത് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ടെററിസ്ഥാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു അറ്റാക്ക് ഉണ്ടായാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്ട് ചെയ്യാനായിട്ട് നോക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഒഫൻസീവ് എടുത്ത് അതും ചെയ്ത് കഴിയുമ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും വിചാരം എന്തെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെട്ടിട്ട് ഒരു സീസ്ഫയർ, അതാണ് നോർമലി നടക്കുന്നത്. അപ്പൊ ആ ഒരു നോർമൽസിയിലോട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഇപ്പം നമ്മൾ പോകാതെ അന്നേരമാണ് ബാർഗൈനിങ് വരുന്നത്, കണ്ടീഷൻസ് വരുന്നത്. ആ കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ ടേം എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ആ ഒരു സക്സസ് നമുക്ക് 100% കിട്ടുള്ളൂ. അവരിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കറിയാം ഇത് ഇങ്ങനെയൊന്നും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് അവിടെയും നമ്മളെക്കാൾ കൂടുതലാണ് ടെററിസ്ഥാനിൽ പബ്ലിക് ഒപ്പീനിയൻ ഈ ഡിഫൻസിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് എതിരായിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെൻ ഇറ്റ് കംസ് ടു ദ മദർലാൻഡ് വി ഓൾ ആർ വൺ. അപ്പം ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് ഇന്നവിറ്റബിൾ ആണ്, ആസന്നമാണ്, വളരെ വേഗം തന്നെ ഉണ്ടാവും. അതൊരു ലിമിറ്റഡ് ഏത് ടാർഗറ്റ് ആവാം, ടാർഗറ്റ് 2, 3, 4 ആകാം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒന്നുണ്ടാവും. അതുപോലെ നമ്മൾ വിട്ടുകൊടുത്ത സ്ഥലം തിരിച്ച് പിടിക്കാനുള്ള ശ്രമമായിരിക്കും നമ്മൾ നടത്തുന്നത്. സോ ദാറ്റ് ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരു കാരണവശാലും ആ സ്ഥലം ടെററിസ്റ്റിന് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ ഭാവിയിൽ കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലായിരിക്കാം പെർമനന്റ് ആയിട്ട് ഉള്ള സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി ഏതാണ്ട് ഞാൻ ഓൾമോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്ട് ചെയ്യുക, ജനസംഖ്യ കൂടുതലുള്ള സ്ഥലത്തോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അവർ കൂടുതൽ നോക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ആ സെക്യൂരിറ്റി ബേസിലാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു സിറ്റുവേഷൻസ് വരും. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്ന CQB ക്ലോസ് കോമ്പാക്ട് ബാറ്റിൽ എന്ന് പറയുന്നത്, അതായത് 1-to-1 എന്നുള്ളത് കുറവായിരിക്കാം. 1-to-1 എന്നുള്ളത് അത് ഒക്കുപ്പൈഡ് കാശ്മീരിൽ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ മാത്രമേ ഇൻഫൻട്രിയുടെ ഡയറക്റ്റ് അറ്റാക്ക് നടക്കാൻ സാധ്യതയുള്ളൂ. കാര്യം അവർ വെച്ചിട്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. ആ പോസ്റ്റുകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ തന്നെ ആ പോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ഫർദർ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഏരിയ ക്ലിയർ ചെയ്ത് ബൗണ്ടറി ലെവലാക്കുക ആയിരിക്കണം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ 1 എന്നാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ടെററിസ്റ്റുകൾ നമ്മളിപ്പോ പറയും അവരെ കിട്ടുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. ടെററിസ്റ്റുകൾ ഹൈഡ് ഔട്ട്, ഒരു ടെററിസ്റ്റും വന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ ഹൈഡ് ഔട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നില്ല. ഈ ഹൈഡ് ഔട്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത് ബക്കറവാളുകളുടെ ദോക്ക് എന്ന് പറഞ്ഞുള്ള സാധനമാണ്. അതിന് പറയുന്നത് ദോക്ക് എന്നാണ്. അവര് ഈ സമ്മറില് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ അവർ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ദോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫാം ഹൗസിൽ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞ മാതിരി, പെർമനന്റ് ആയിട്ട് താമസിക്കാനല്ല, അല്ല, അങ്ങനെയുള്ള ദോക്കുകളാണ്, അല്ലെങ്കിൽ ഈ ബക്കർവാൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ദോക്കുകളാണ് ഈ ടെററിസ്റ്റുകൾ ഹൈഡ് ഔട്ട് ആയിട്ട് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനവിടെ ഒരുമാതിരി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇപ്പോഴും ഞാൻ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ലോക്കൽ സപ്പോർട്ട് എന്നുള്ള ആ പോയിന്റ് നമ്മൾ 90% സ്ട്രെസ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ കാശ്മീരികളെല്ലാം ഇന്ത്യയുടെ കൂട്ടത്തിലായി, അവർ ഭയങ്കര സപ്പോർട്ടാണ്. അത് ഞാൻ ഒരിക്കലും ആദ്യം Day 1 മുതൽ ഞാൻ അതിന് അഗൈൻസ്റ്റ് ആണ്. വി ജസ്റ്റ് കാൻറ്റ് തിങ്ക് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും ഈ ടെററിസ്റ്റുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. 100% ആണ്, നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള നിയർ ബൈ ലോക്കൽസ് ആണെങ്കിൽ പോലും ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല അവരവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ലോക്കൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ഹൈഡ് ഔട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ടെററിസ്റ്റുകള് ഏതെങ്കിലും വീടുകളിൽ തന്നെ ആയിരിക്കാം. അങ്ങനെ ഉണ്ട് സാധ്യത. വി ജസ്റ്റ് കാൻറ്റ് സേ ദാറ്റ്. അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളാണ്. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുമ്പോഴായിരിക്കും മറ്റുള്ള വീടുകളിൽ അവർ നല്ല നൈസായിട്ട് നിൽക്കുമായിരിക്കും. രണ്ടാമത് നമ്മളെടുത്ത ഒരു പോളിസി ഉണ്ട്, ജീവനോടെ പിടിക്കണം എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റി ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമേറിയ ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ടെററിസ്റ്റുകളെ, തോക്കുധാരികളായിട്ടുള്ള ടെററിസ്റ്റുകളെ ജീവനോടെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. അവര് ഇത് ചെയ്യും. രണ്ടാമത് എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് അവരെ ജീവനോടെ പിടിക്കുന്നത്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ തെളിവ് കൊടുക്കാനാണ്. ഈ തെളിവ് കൊടുക്കാൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ടെററിസ്റ്റിനെ പിടിച്ചു കഴിഞ്ഞാലും അവൻ പറയുന്നത് ഞാൻ കാശ്മീരി ആണെന്നേ പറയുള്ളൂ. അവരെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുന്ന ആളാണ്. മരണം വരെ അവർ ഒരിക്കലും ഒരു ടെററിസ്റ്റിനെ ജീവനോടെ പിടിച്ചാൽ ഉടനെ ടെററിസ്റ്റ് പറയില്ല ഞാൻ ജമ്മു ആൻഡ് കാശ്മീർ ടെററിസ്ഥാനിൽ നിന്ന് വന്നതാണ്, എന്റെ സ്ഥലം ടെററിസ്ഥാനാണെന്ന് ഒരിക്കലും പറയില്ല. ദേ വിൽ സേ അവർ അവിടുന്ന് വന്നതായിരിക്കാം, പക്ഷെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ കാശ്മീരിയാണ്. ആ വീടും ഇവർക്ക് കാര്യം റെക്ക് ചെയ്തിട്ട് ഇവരുടെ ഏരിയയും കാര്യങ്ങളും ഓരോ ടെററിസ്റ്റുകളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലായനം ചെയ്തിട്ടുള്ള ആ വീടിന്റെ പേരുകൾ പറയും. ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനോ. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബ്ലഫ് ആവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആരും റിയാലിറ്റി മനസ്സിലാക്കാതെ ജീവനോടെ പിടിച്ചെന്ന ഇന്ത്യ തെളിവ് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. വി ഫേസ് സച്ച് കൈൻഡ് ഓഫ് സോ മെനി ഇൻസിഡൻസ്, ഒരുപാട്. അപ്പം ഈ ടെററിസ്റ്റുകൾ ഓണപ്പ് ചെയ്യില്ല ഒരു കാരണവശാലും. അവർ കാശ്മീരികളാണെന്നേ പറയുള്ളൂ. നിങ്ങൾ എവിടാണ്? ഞങ്ങൾ കാശ്മീരിലാണ്, ഞങ്ങളുടെ വീട് ഇന്നതാണ്. അങ്ങനെ മാത്രം പറഞ്ഞാണ് നമ്മളെ സെക്യൂരിറ്റി ഫോഴ്സിനാണെങ്കിൽ അത് തന്നെ നമ്മളൊരു തെളിവായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് തന്നെയല്ലേ പറയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും വിത്തിൻ 2-3 days സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നോട്ട് സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ഹോപ്പ് വി ക്യാൻ ഓവർകം ദ സിറ്റുവേഷൻ. ശരി, വളരെയധികം നന്ദി ശ്രീ മോഹനൻ പിള്ള ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പ്രതിരോധ വിദഗ്ധനാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മേഖലയിൽ 1000-ലധികം മദ്രസകൾ അടച്ചുപൂട്ടി ഈ ജനങ്ങളെയൊക്കെ സ്കൂളുകളിലേക്ക്, ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് നിലവിൽ ഈ പരിശീലനം നൽകുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും മേഘ പി മണിക്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.